എനിക്ക് ഗ്രൂപ്പ് കിട്ടിയില്ല. ആരും ആകാത്തോണ്ടാണോ ചെയ്ത് വരുന്നോണ്ടാണോ അറിയില്ല. ആരടുത്തായിരുന്നു പറഞ്ഞത്? ആരെങ്കിലും ഒരാൾ ചെയ്യാനാ പറഞ്ഞത്. ആരും ചെയ്തില്ലാന്ന് തോന്നില്ലേ? ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. കുറെ പേര് ആഡഡ് ആണ് അതില്. അപ്പൊ ഇനിയുള്ളവരുടെ ഗ്രൂപ്പിൽ ഇപ്പൊ പറയണത് കേട്ടിട്ടുണ്ട്. അഡ്മിൻസ്, ഞാൻ അഡ്മിൻ അല്ല, എന്നെയൊക്കെ ചേർത്തിരിക്കുകയാണ്. ഞങ്ങളെ ഒന്നും ആടാക്കിയല്ലോ. എനിക്ക് ഗ്രൂപ്പ് കിട്ടിയില്ല. അതിപ്പോ ഗ്രൂപ്പിൽ പറയാം. പേരൊക്കെ ഒന്ന് ഇപ്പൊ നോട്ട് ചെയ്തേക്കണ പേരുകൾ ഞാൻ പറയാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ. ഓക്കെ. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. പറയുന്ന ഞാൻ മിസ്സിനോട് ചോദിച്ചായിരുന്നു, ഈ ക്ലാസ്സിൽ പറയുമെന്ന് പറഞ്ഞു ടെസ്റ്റിന്റെ കാര്യം. എനിക്ക് കിട്ടിയായിരുന്നു. കിട്ടിയാ? ചേച്ചിക്ക് ഓൺലൈൻ ആയിട്ടാണോ ടെസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞാനിവിടെ പറൂര് തന്നെയാണ്. ഒരു ടെക്സ്റ്റേ ഉള്ളോ? ഇല്ല, 3 മൊഡ്യൂൾ ഉണ്ട്. PG ആണെങ്കിൽ ഒരു 4-5 മൊഡ്യൂൾ കൂടി കൂടുതലുണ്ട്. എല്ലാരും ബുക്കൊക്കെ വാങ്ങിയോ? പറവൂരുള്ളത് ആരാ? പറവൂരുള്ളതാ. ഞാനാണ് റംസി. എവിടെ പ്രോപ്പർ ആയിട്ട് എവിടെയാണ് പറവൂര്? കുന്നുകര. ഓക്കെ. കുന്നുകര MES കോളേജിന്റെ അടുത്തോ? അത് തന്നെ. എന്റെ ബാക്കിലാണ് MBS കോളേജ്. എന്റെ വീടിന്റെ ബാക്കിൽ. ഞാൻ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. ഏത് കൊല്ലായിരുന്നു? ഒരു 2019-20. ഞാൻ പറവൂരെന്ന് വിചാരിച്ചപ്പോ ഞങ്ങളുടെ അടുത്തായിട്ട് വരുമെന്ന് ഓർത്ത്. ഞാൻ ചെറായി ആണേ. അല്ല, അവിടെ PRO ആയിട്ട് വർക്ക് ചെയ്യുന്ന അക്ഷിത എന്റെ നൈബറാണ്. ആണോ? ഓക്കെ. അവള് ആ കൊച്ചുകൊണ്ട് തന്നിട്ട് ആണോ? കാണിച്ചു ഓക്കെ. തരാം. കണ്ടോ? കണ്ടു. ഇത് മൊഡ്യൂൾ 1 ആണ്. ഇങ്ങനത്തെ 2 കൂടി ഉണ്ട്. മിസ് കേറിയിട്ടുണ്ടെന്ന് തോന്നണല്ലേ? സോറി ഓൾ, ചെറിയ ടെക്നിക്കേഷൻ ആയിരുന്നു കേട്ടോ. കേക്കാവോ? കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. പ്രയർ ഉണ്ട്. പറഞ്ഞോ. Oh my God, I give to all that I think or say or do, all my work and all my happy study. I will give it to you today. Amen. Sign in and thought of the day. ഞാൻ പറയാം. മാം, തോട്ട് ഓഫ് ദ ഡേ ഞാനാണ്. വെൽക്കം സ്പീച്ച് ആരാന്നറിയില്ല. ഓക്കെ. ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? ഇല്ല. ഓക്കേടാ. തോട്ട് ഓഫ് ദ ഡേ ആരാണ്? പറഞ്ഞോട്ടെ. തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം. ഓക്കെ. Be the change that you wish the world. മിസ് കേക്കത്തില്ലേ?
പറയോ? കുറവാണ്, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. Thought of the day. Be the change that you wish see the world. Gandhi. ഓക്കെ, ടൈമിംഗ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ആവാം കേട്ടോ. ടൈമിംഗ് ആരാണ്? അനു, മോൻ എന്താ പ്രിപ്പയർ ചെയ്തത്? മാം, ഞാൻ തോട്ട് ഓഫ് ദ ഡേ ആയിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈൻ ഇൻ മീൻസ് വെൽക്കം സ്പീച്ച് അല്ലേ? അതെ അതെ. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പറയാം. ഓക്കേടാ. Okay. Good morning, everyone. First of all, I would like to welcome our Miss. Next, I would like to welcome my colleagues and my friends. Welcome you all on this beautiful Monday. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്നെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ മാമിന്റെ ക്ലാസ്സിൽ ഇപ്പൊ ആദ്യമായിട്ടാ, അല്ലാതെ മറ്റേ ഓൺലൈനകത്ത് അയച്ചത് കണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. മാം, ഞാനും ആദ്യമായിട്ടാണ് കയറുന്നത്. ഓക്കേടാ, നമുക്ക് പതിയെ പരിചയപ്പെടുകയൊക്കെ ചെയ്യാം. ഓക്കെ. ആക്ടിവിറ്റീസ് ഒക്കെ തരുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ചാപ്റ്റർ ഓർമ്മയുണ്ടോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. പറയാമോ? എന്താണ് യൂണിറ്റ് 4 എത്ര പേജ് നമ്പർ? പേജ് നമ്പർ 16 ആണ്. ഓക്കെ, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. എന്തുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? ഒരു വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ പാരന്റ്സിന് അറിയാം അല്ലെ, ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പീഡിയാട്രിഷനെ കാണേണ്ടതായിട്ട് വരും അല്ലെ? നോർമലാണ്. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ എപ്പോഴും വരുന്നത്? ഇമ്മ്യൂണിറ്റി പവർ കുറവാണെങ്കിൽ അസുഖങ്ങൾ വരില്ലേ? അതെ, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വണ്ണിലല്ലേ ഇത് യൂണിറ്റ് 4 വരുന്നത്? അതെ, മൊഡ്യൂൾ 1 ആണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 4 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന പാർട്ടില് യൂണിറ്റ് 4 ആണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. എല്ലാവരും എടുത്തോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരും അല്ലെ? അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്. എല്ലാവരും രേഷ്മ, നസീമ, സ്വപ്ന മ്യൂട്ട് ആവോടാ. കാരണം മ്യൂട്ട് അല്ലാത്തവരുടെ മൈക്കൂടെ ഓൺ ആയിട്ട് കാണും, അപ്പൊ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ആവും. സ്വപ്ന, ഓക്കെ, എല്ലാവരും മ്യൂട്ട് ആണ്. അത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ മാത്രം മ്യൂട്ട് ഓൺ ചെയ്ത് സംസാരിച്ചാൽ മതി. കാരണം മ്യൂട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് നിങ്ങൾ അറിയാൻ പറ്റും. ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പോ ചിൽഡ്രൻസ് ഗെറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി കുറവ് കാരണമാണ് കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സേഫ് ഒന്നുമല്ല സറൗണ്ടിങ്സ് അല്ലെ? നമ്മുടെ ചുറ്റുപാടും അത്ര സേഫ് അല്ല. നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിലുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള നമ്മളുടെ ഏറ്റവും ചെറിയ മൈക്രോ ഓർഗാനിസംസ്, നമുക്ക് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇത് ഒരു കുട്ടിയുടെ ഹെൽത്തിലേക്ക് എൻറ്റർ ആവാണ് അല്ലെങ്കിൽ ബോഡിയിലേക്ക് എൻറ്റർ ആവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഹെൽത്തിന് അതൊരു ഭീഷണിയാണ്.
സോ നമ്മൾ മെയിൻ ആയിട്ട് അസുഖങ്ങൾ 2 ടൈപ്പ് ആയിട്ടാണ് പറഞ്ഞത്. എന്തെല്ലാമാണ് പറഞ്ഞത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്? കണ്ടേജിയസ് ഡിസീസും ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, ഇനി ഒരാൾ പറയാം, 1 person to another ത്രൂ കോൺട്രാക്റ്റിലൂടെ പകരുന്ന അസുഖത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? ഈ അസുഖങ്ങൾ വളരെ സ്ട്രോങ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ കോവിഡ് എന്നോട് മനസ്സിലാലോചിച്ചാൽ മതി. കാരണം എന്താണ്? ആ ജെയിംസ് വളരെ സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ദേ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. പെട്ടെന്ന് സ്പ്രെഡ് ആവും. ആ ഒരു വ്യക്തിനെ അസുഖത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്കാനായിട്ട് അത് കാരണമാകുന്നു. ഇനി മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫുഡ്, എയർ, വാട്ടർ. എയർ, animals and water. Animals, other creatures, birds, പിന്നെ ഡേറ്റി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് അങ്ങനെ ഒരുപാടുണ്ട്. ജസ്റ്റ് 2 മെയിൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഫുഡ്, എയർ, വാട്ടറിലൂടെയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ? Okay, Anu, read it. Various kinds of disease due to the absence of immunity. Okay, Aisha, continue ചെയ്തോടാ. As children are disclosed to the surrounding, and childhood is a period of continuous change, they are likely to suffer from disease because of the harmful forces in the environment. Complete ആയോ? ഇല്ല മാം, എൻവയോൺമെന്റ് Organisms like bacteria exist in our environment. They are treat the human health. Disease may be caused by germs, parasites, and poison. Disease are mainly 2 types: contagious disease and infectious disease. Infectious spread from one person to another person through the contact. The germs of these disease very strong. They spread easily and critically. The medium of infectious disease is food, air, water, etc. Infectious disease spread throughout following the methods. ഓക്കെ ട്ടാ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിലും ഇന്നും പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത്? മെയിൻ ആയിട്ട് അസുഖങ്ങൾ വരുന്നത് ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി കാരണമാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നമ്മൾ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ എന്താണ് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിലൂടെ അല്ലെങ്കിൽ അവരിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളേക്കാൾ കൂടുതൽ കോണ്ടാക്ട് എൻവയോൺമെന്റ് ആയിട്ട് ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. നമ്മളൊക്കെ പാത്രങ്ങളിൽ ചെരുപ്പിടാണ്ടൊന്നും അല്ലെങ്കിൽ ചപ്പൽസ് യൂസ് ചെയ്യാതെ പുറത്തൊന്നും പോവില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ 2 ടൈപ്സ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ പറഞ്ഞത്. അതില് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇൻഫെക്ഷൻ ഡിസീസ് ആണ് ഫുഡ്, എയർ, വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ഐറ്റംസ് ആണ് ആദ്യം. ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫുഡ് ഐറ്റംസ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ഫുഡ് ആണെങ്കിൽ പോലും ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഫുഡ് കീപ്പ് ചെയ്യുന്നത് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഫ്ലൈസ് ഒന്നും വന്നിരിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്ലൈസോ ഈച്ചയോ മറ്റു ഇൻസെക്റ്റുകളോ ഒന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രശ്മി, ഓക്കെ, വന്നിരിക്കാതിരിക്കാനും അതുവഴി എന്താണ് അസുഖങ്ങൾ സ്പ്രെഡ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മൾ വെക്കണം എന്ന് പറയുന്നത്. സോ അല്ലാത്ത പക്ഷം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലൈസ് ഒരു മേജർ കാരിയർ ആണ്. ഇൻഫെക്ഷൻ ഡിസീസിന് ഒരു മേജർ കാരിയർ തന്നെയാണ് ആര്? ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈസിലൂടെ ഇൻഫെക്ഷൻ ഡിസീസ് ഈസിലി സ്പ്രെഡ് ചെയ്യും. അത് പിന്നെ അടുത്തൊരു മീഡിയം ആണ് എയർ.
എയറിലൂടെയും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും. നമുക്കറിയാലേ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ മാസ്ക് ഒക്കെ പ്രോപ്പർ ആയിട്ട് വിയർ ചെയ്ത് എന്തുകൊണ്ടാണ്? കോവിഡ് എന്ന് പറയുന്ന അസുഖം എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതിന്റെ ജേംസ് ഒരാളിപ്പോ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമുക്കറിയാം 100 അല്ലെങ്കിൽ 1000s ഓഫ് ജേംസ് ആണ് അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. അങ്ങനെ സ്പ്രെഡ് ആകുന്നത് ഒരാൾ ശ്വസിക്കുന്നതിലൂടെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആളുടെ ബോഡിയിലേക്ക് ജേംസ് എൻ്റർ ആക്കി ആ ഒരു വ്യക്തിയെ അൺഹെൽത്തി ആക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓക്കെ. അങ്ങനെ അൺഹെൽത്തി ആക്കുന്നതിലൂടെ ആ ഒരു വ്യക്തിക്ക് ഒരു അസുഖം വരുന്നു. അങ്ങനെ ആ ഒരു വ്യക്തി കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആവാനായിട്ട് കാരണമാകുന്നു. അപ്പൊ അസുഖങ്ങൾ എങ്ങനെ സ്പ്രെഡ് ആകുന്നുണ്ട്? എയറിലൂടെയും സ്പ്രെഡ് ആകുന്നുണ്ട്. ഓക്കെ, അനു ഫുഡ് ഐറ്റംസ് ഒന്ന് റീഡ് ചെയ്യുമോ? Yes, ma'am. Food items. Consuming foods which are affected by fluids and other insects is the reason for various diseases and infections. Fly is the major carrier of infections. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഫുഡ് ഐറ്റംസും എയറും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ. ഓക്കെ, അപ്പൊ ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ നമ്മള് സ്പ്രെഡ് ചെയ്യുന്ന അസുഖം പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു മീഡിയം ആണ് എയർ, അല്ലെ? എയറിലൂടെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും നമുക്ക് എയറിലൂടെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്? മാസ്ക് മാസ്ക് യൂസ് ചെയ്യാം, അല്ലെ? സാനിറ്റൈസർ യൂസ് ചെയ്യാം. നമ്മൾ കൈ ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് കുട്ടികളെ ചെയ്യിക്കാം. കർച്ചീഫ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ മാസ്ക് ഇല്ലാത്ത പക്ഷം നമ്മളിപ്പോ ഒരു ഡസ്റ്റ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് പോകുന്നതെങ്കിൽ കർച്ചീഫ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? മൗത്ത് ആൻഡ് നോസ് കവർ ചെയ്യാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാം. ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് എന്താ പറയാ ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് അറിയാലോ. ഇപ്പൊ കുട്ടികളെ പുറത്ത് പോകുമ്പോഴോ ക്ലാസ്സിൽ പോകുമ്പോഴോ നമ്മളൊന്ന് മാസ്ക്, ചെറിയ മാസ്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ അസുഖങ്ങളാണ്. നമുക്ക് ചോദിക്കുമ്പോ മിക്ക കുട്ടികൾക്കും വയ്യ, അവരെന്താ ക്ലാസ്സിൽ പോവാൻ, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോ അവർക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ആണ്. സോ നമ്മൾ മാക്സിമം കുട്ടികളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടതാണ്. എയർ ഒന്ന് വായിച്ചാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, നമ്മുടെ പേര് ജിസ്ബിൻ ട്രീസ. ഓക്കെ, ട്രീസ എന്ന് വിളിക്കാം കേട്ടോ. Okay, ma'am. Air. It is the main medium of spreading diseases. When a patient coughs and sneezes, thousands of germs spread in the air. They are carried through air and get into the body of the person having less immunity power. Cough, cold, measles, smallpox, tuberculosis, etc. are examples and spread out there. എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കഫ്, കോൾഡ്. കോമ വേണം കേട്ടോ. കോൾഡ് കഴിഞ്ഞിട്ട് മീസിൽസിന് കോമയുണ്ട് കേട്ടോ. സ്മോൾ ബോക്സ്, ട്യൂബർക്കുലോസിസ് ഒക്കെയാണ് നമ്മളെ എയറിലൂടെ മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് എഡിറ്റ് ചെയ്ത്. ടൈഫോയിഡ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ടൈഫോയിഡ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമല്ല, വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആകുന്നത്. എഡിറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? നമുക്കറിയാലേ മോസ്കിറ്റോസ് വഴി ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, അല്ലെ? ഇഷ്ടംപോലെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? അതേപോലെ ഫ്ലൈസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഫ്ലൈസ് മെയിൻ കാരിയർ ആണ് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അതേപോലെ നമ്മുടെ റാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗ്സ്, നമ്മളെന്താ പറയുക ക്യാറ്റ്, ഫാം അനിമൽസ് പറയുമ്പോൾ ബേർഡ്സ്, ഹെന്ന്, പക്ഷിപ്പനി, അല്ലെ? H1N1, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങള് നമ്മള് അല്ലെങ്കിൽ റാറ്റ് ഫീവർ. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോ ഇപ്പോ
ഇപ്പൊ നമ്മൾ നല്ല തണവാ, വീട്ടിലെല്ലാവരും ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നേ അല്ലേ? അല്ലെ? എല്ലാവരും ജനലും വാതിലൊക്കെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് ലോക്കൊക്കെ ചെയ്തിട്ട് കിടക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ട് ജനലൊക്കെ തുറന്ന് ഭയങ്കര ചൂടായിരിക്കും ആ സമയത്ത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൊസ്കിറ്റോസ് ചില കൊതുകുകള് നമ്മുടെ റൂമിലേക്ക് എൻ്റർ ആവും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു മക്കളെ വന്ന് അതെന്ത് ചെയ്യും? ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ പോലും അറിയില്ല അല്ലെ? നമ്മൾ പോലും അറിയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ മൊസ്കിറ്റോസ് ഒന്നും ബൈറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കൊതുക് വല ഉണ്ടല്ലോ, വലിയ കൊതുക് വല, അപ്പൊ അതിന്റെ ഉള്ളിൽ കുട്ടികളെ കിടത്താൻ മാക്സിമം ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, മൊസ്കിറ്റോ നെറ്റ് ഉണ്ട്, നമുക്ക് ജനലൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊസ്കിറ്റോ നെറ്റ് അവൈലബിൾ ആണ് അല്ലെ? ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അധികം പൈസ ഒന്നും ആവില്ല. അപ്പൊ മൊസ്കിറ്റോ നെറ്റ് വിൻഡോസിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം ജനലുകൾ തുറന്നിടാൻ നോക്കുക. കാരണം രാത്രി കാലങ്ങളിലാണ് ചെറിയ മൊസ്കിറ്റോസ് രാത്രി കാലങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ബൈറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ബൈറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ കുറച്ച് പ്രിക്കോഷൻ എടുക്കണം. ഈ മലേറിയ എന്ന് പറയുന്നത് അനോഫിലസ് മൊസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അനോഫിലസ് മൊസ്കിറ്റോസ് രാത്രി കാലങ്ങളിലാണ് ബൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്ലേഗ് അറിയാലോ, പ്ലേഗ്. ഓക്കെ, കോളറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കോളറ ഇല്ലേ? കേൾക്കാത്തൊരു അസുഖം അല്ലെ? ട്രെഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഇല്ല, അത് കാര്യം കേട്ടിട്ടില്ല അല്ലെ? ഈ ട്രെഞ്ച് ഫീവർ എങ്ങനെയാ വരുന്നത്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ല. ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത് ഒരു ജീവിയാണ് ഈ ട്രെഞ്ച് ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്. ജീവിനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ ആ ജീവിനെ? ഈ ചെള്ളു പോലത്തെ സാധനത്തിനൊക്കെ അതാ ഉദ്ദേശിക്കുന്നത്? ആ, ബോഡി ലൂസ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഓക്കെ, ഒട്ടും മനസ്സിലാവുന്നില്ലേ? അത്ര വലുതൊന്നുമല്ല, വളരെ ചെറുതാണ്. വളരെ ഫേനാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ചെറിയ ജീവിയിലൂടെ പോലും ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ട്രെഞ്ച് ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസിങ് ഏജന്റ് ബോഡി ലൂസ് ആണ്. നമ്മൾ പറയുന്ന ചെറിയ ഒരു ഓക്കെ. അപ്പോ ഇതിലൂടെ ഈ ഒരു അസുഖം ഈ ഒരു ജീവി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, അയ്യോ ചെറിയ പേനല്ലേ, അത് അത്ര കുഴപ്പമൊന്നുമില്ല ഉള്ളതല്ലല്ലോ എന്ന് വിചാരിക്കും. എന്റെ ലൈഫിൽ റിയൽ ആയിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ഒരു കുട്ടി ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ബാക്കി എല്ലാ കുട്ടികളും ആ കുട്ടിയിൽ നിന്ന് അകന്നിരിക്കുക, വേറെ ബെഞ്ചുകളിൽ എത്തിയിട്ട് ഈ കുട്ടീനെ മാത്രം ഒരു ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റപ്പെടുത്തിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കുട്ടിയുടെ ഒപ്പം ആരും ഇരിക്കാത്തേന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ ചോദിക്കൂല, ഒറ്റയ്ക്ക് ഒരു കുട്ടി ഇരിക്കുമ്പോ മറ്റുള്ളവർ എന്താ അവളുടെ ഒപ്പം ഇരിക്കാത്തേന്ന് ചോദിച്ചു. അപ്പൊ ബാക്കി കുട്ടികൾ പറഞ്ഞു, മിസ്സേ അവരുടെ തല നിറച്ചും എന്താണ് പേനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ പേനല്ലേ, അതിപ്പോ എന്താ നിങ്ങൾ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ കുറച്ച് വഴക്ക് പറഞ്ഞു കേട്ടോ. വഴക്ക് പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് ശ്രദ്ധിക്കുന്നത്. ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ വിഷമം തോന്നി. കാരണം ആ കുട്ടിയുടെ തല നിറച്ചു ഒരു പറഞ്ഞ പോലെ തന്നെ പേന ഉണ്ട്, തല നിറച്ചുണ്ട്. പക്ഷേ എനിക്ക് ശ്രദ്ധയിൽ വന്നതെന്ന് വെച്ചാല് ഈ തല മുടിയിലുള്ള പേന ഓക്കെയാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അവിടെ ഫുള്ളായിട്ട് ചുമന്ന് ഇങ്ങനെ ബൊരി പിടിച്ച പോലെ ഇങ്ങനെ വീർത്ത് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ടേ ഇവിടെ ഫുൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ചെവിയുടെ ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ വർക്കിംഗ് ആണ്, അച്ഛനും വർക്കിംഗ് ആണ്, അതിനുള്ളൊരു ചേച്ചിയാണ്. ചേച്ചി അതേ സ്കൂളിൽ പഠിക്കുന്ന. ചേച്ചിയോട് ഞാൻ ഇന്റർവെല്ലിന് ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ഈ ചേച്ചിനെ വിളിച്ചതിന് ശേഷം ചേച്ചി വന്നപ്പോ ഞാൻ പറഞ്ഞു, അവന്റെ തല നിറച്ചിങ്ങനെയാണല്ലോ, വീട്ടില് അമ്മനോട് പറയോ എന്ന് ചോദിച്ചു. അപ്പൊ ആള് വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല എന്നാ പറഞ്ഞത്.
ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പറഞ്ഞു കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഇത് കൂടിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരും, മാക്സിമം ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഒരു സ്കിന്നിന്റെ ഡോക്ടറെയോ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പാരന്റ് അത് കേട്ടുവിട്ടെ, കാരണം മനസ്സിലായി കുട്ടി ഞാൻ ബാക്കി എല്ലാ കുട്ടികളും ഒറ്റപ്പെടുത്തുന്നു. ആ ഒരു ഫീലിംഗ് നമുക്ക് ഒന്ന് വിചാരിച്ചു നോക്കി, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ആ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ആ പാരന്റ് എന്ത് ചെയ്തു, കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞത് ഈ മുടി ഫുള്ളും കളയണം എന്നാ പറഞ്ഞേ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, കുഴപ്പമില്ല, അവർക്ക് പെൺകുട്ടിയാണ്. ഫുൾ മുടിയും കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആന്റിബയോട്ടിക്കും കൊടുത്തു, പിന്നെ ക്രീമും കൊടുത്തു. അത് യൂസ് ചെയ്ത് ഒരു 15 ഡേയ്സിനുള്ളിൽ ആള് ഏകദേശം നോർമലായി. നമ്മൾ വിചാരിക്കും നിസ്സാരമാണ് എന്നുള്ളത്. അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളത് എന്ത് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ജീവിയിലൂടെ പോലും നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മാം, എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. എന്റെ സിസ്റ്റർ പുള്ളിക്കാരി ഈ ക്ലാസ്സിലുണ്ട്. ഇത് കണക്ക് സെയിം ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അവൾ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ഭയങ്കര ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഇത് കണക്ക് തന്നെ ഇവക്ക് പെയിൻ തലയിൽ ഉണ്ടെങ്കിൽ ചീവി എടുക്കാനൊന്നും പറ്റില്ല. ഇതിനകത്തൊരു കൊല്ലുമ്പോൾ ഒരു ഫ്ലൂയിഡ് വരുമല്ലോ. അപ്പൊ ഈ ഫ്ലൂയിഡ് അലർജി ഉണ്ടാക്കും, തുമ്മും, പിന്നെ കണ്ണിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ പോലെ ഒക്കെ വരുന്നതുകൊണ്ട് ഇവള് ക്ലാസ്സിൽ പോയി ഇങ്ങനെ പെയിനൊക്കെ വന്നാലും തലമുടി ചീവാൻ റെഡി ആവത്തില്ല, ഈ ഒരു ഇഷ്യൂ വിചാരിച്ചിട്ട്. അങ്ങനെ തല ഇങ്ങനെ ചീവാതെ ഒക്കെ പെയിൻ ഇങ്ങനെ കുറെ ആയപ്പോ കൂടി ഇതണക്ക് തന്നെ തലയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഈ താരനൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോ നിറച്ച് പെയിനും, ഇതുപോലെ തന്നെ തലയുടെ പുറഭാഗം മുഴുവൻ ഇങ്ങനെ പൊട്ടിയിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിടിച്ചിട്ട് തലയുടെ ബാക്കിലത്തെ കുറെ ഹെയർ അങ്ങ് കട്ട് ചെയ്ത് വിട്ടു, അകത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് വിട്ടിട്ടൊന്നും രക്ഷയില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറും ഇത് കണക്ക് തന്നെ സെയിം പറഞ്ഞു, മുടി ഫുള്ള് കളയണം എന്ന് പറഞ്ഞു. നല്ല ലെങ്തും ഉണ്ടായിരുന്നു. അപ്പം മുഴുവനും നമ്മൾ മൊട്ടയടിച്ചില്ല, ഇങ്ങനെ പച്ച വെട്ടുക എന്ന് പറയില്ലേ, അതുപോലെ ഫുള്ള് വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് ആള്, എനിക്ക് തോന്നുന്നൊരു 2 വർഷത്തോളം പിന്നെ എടുത്തു ഓക്കെ വരാൻ. കാരണം അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാറിയായിരുന്നു. ഈ ഒരു പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കത്തില്ല, പക്ഷെ നമ്മൾ ആ ഒരു എനിക്ക് റിയൽ ആയിട്ട് എനിക്ക് എന്റെ സിസ്റ്റർ ഇതുപോലെ വന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു പെയിൻ എന്തുമാത്രം ഡേഞ്ചർ ആണ് ഉള്ളത്. ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടാവും ഇത് കാരണം. ആടാ, ആ കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ആൾക്ക് അത്രയും ഇൻഫെക്ഷൻ അവരുടെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആവാഞ്ഞത്. കറക്റ്റ് ആയിട്ട് ആ കുട്ടിയുമാണല്ലോ, കറക്റ്റ് ടൈമിൽ ഫുൾ ആയിട്ട് അത് മുടിയൊക്കെ കളഞ്ഞു. ഇപ്പൊ ആൾ നോർമലാണ്. ഇപ്പൊ ഇത്രയുണ്ട് ഇപ്പൊ മുടി, ഈ ഷോൾഡറിന്റെ ഒക്കെ അവിടെ വരെ ആയിട്ടുണ്ട്. നമുക്കൊരു വിഷമായിരുന്നു ആദ്യം മുടി കളയണമെന്ന് പറഞ്ഞപ്പോ, പെൺകുട്ടിയാണല്ലോ, അപ്പൊ ആൾക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു ഹെൽത്തിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മൾ പെൺകുട്ടികളുള്ള അമ്മമാരോട് പ്രത്യേകിച്ച് കുട്ടികളുടെ മുടി നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, മുടിയൊക്കെ വളർത്തണം, മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് നടക്കാനൊക്കെ. പക്ഷെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റണോണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ജീവിയാണെന്ന് വിചാരിച്ചാൽ പോലും ആ ജീവിയിലൂടെ പോലും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കണം. ആരാണ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് റീഡ് ചെയ്യുന്നത്? ഞാൻ റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്തോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാണ്, പറഞ്ഞോളൂ. മാം, ബിസൈഡ്സ് ഫൈൽസ് എന്നാണോ ഫ്ലൈസ് എന്നാണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അത്? അത് ഫൈൽസ് എന്നല്ല അത് കിടക്കുന്നത്, ഫ്ലൈസ് ആണ്. ഫ്ലൈ ഈച്ച എന്നുള്ള മീനിങ് വേണ്ടിയിടാ. Animals and other creatures. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for caring for infections. Filariasis, malaria, plague, cholera, French fever, etc. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്തെല്ലാം അസുഖങ്ങളാണ് അനിമൽസ് ആൻഡ് അതർ സ്പീഷീസിലൂടെ വരുന്നത്? ഫിലാരിസിസ്, മലേറിയ, പ്ലേഗ്, കോളറ, ഫ്രഞ്ച് ഫീവർ. ബാക്കിയുള്ള അസുഖങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അസുഖങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ജസ്റ്റ് അസുഖങ്ങളുടെ പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഫ്രഞ്ച് ഫീവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല ഈ ചാപ്റ്ററിൽ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ അസുഖങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും.
പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? സർബത്ത്, പിന്നെ എന്താ പറയാ ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. എല്ലാം നന്നായി. ഞാനേ ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ മോളെയും കൊണ്ട് ഞാൻ പ്രാവശ്യം അങ്ങനെ എപ്പോഴും പോവാറില്ല കേട്ടോ പുറത്തൊന്നും. ഒരു പ്രാവശ്യം ഞാൻ അവളെയും കൊണ്ട് പുറത്ത് പോയപ്പോൾ ആളെ ദാഹിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ കരിക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം ഇതേപോലെ വല്ലപ്പോഴും ഞാനും അവളും കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവുള്ളൂ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഹസ്ബൻഡ് സമ്മതിക്കില്ല ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കാനായിട്ട്. ഹസ്ബൻഡ് അധികം സമ്മതിക്കില്ല. അപ്പൊ അവള് കണ്ടെടുക്കാറായിട്ട് ഇങ്ങനെ പറഞ്ഞേ, അമ്മ ദാഹിക്കണെന്ന്. നൈസായിട്ടുള്ള ഐഡിയ ആണ് ആളുടെ. വെള്ളം വാങ്ങിച്ചു കൊടുക്കും, ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചേ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് ഓൾറെഡി മനസ്സിലാക്കിയിട്ട് ഞാൻ വെള്ളം കുപ്പിയിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളം കൊടുത്തു. ആള് ഇങ്ങനെ നോക്കി, എന്നാ പറ്റിക്കാൻ നോക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മള് പുറത്തു നിന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഹെൽത്തി ആണ്, നല്ല ഹൈജീൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രം നമ്മൾ കുട്ടികൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കുക, വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് ബോട്ടിൽ നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് നമ്മൾ എവിടെ പോകുമ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നാവുമ്പോൾ എനിക്ക് ഈ ഓപ്പൺ സ്ഥലത്തു നിന്നൊന്നും ടീ കുടിക്കുന്ന ഇഷ്ടമല്ല. ചെറിയ കടകളിൽ നിന്നൊന്നും ടീ കുടിക്കുന്ന ഇഷ്ടമല്ല. കാരണം മെയിൻ ആയിട്ടുള്ള ഹൈജീന്റെ പ്രശ്നമാണ്. ഹൈജീന്റെ പ്രശ്നം വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി അതെനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ ആ ഗ്ലാസ് കാണുമ്പോൾ തന്നെ കുടിക്കാനേ തോന്നില്ല. അപ്പൊ ഹൈജീന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്താ പറയാ, ടീയോ കോഫിയോ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോ എന്താ പറയാ, ഇപ്പൊ ഫെസ്റ്റിവൽസിന്റെ സീസൺ വരും അല്ലെ, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ ഒക്കെ സീസണാ അല്ലെ, ഭയങ്കര ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാനിപൂരി, മസാല ചാട്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ അവര് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ മേടിച്ചിട്ടില്ല, കഴിച്ചിട്ടുമില്ല. അത് അത്ര നല്ലതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് മേടിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി വളരെ മോശമാണ്. ഞാൻ ഇത് നമ്മൾ കുറച്ചു നേരം ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അവരെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, അവർ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ തന്നെ നമ്മൾ ഒട്ടും കഴിക്കില്ല. അത്രയും വൃത്തിയില്ലാത്ത രീതിയിലാണ് അവരത് ചെയ്യുന്നത്. അത് ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ വൃത്തിയിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അവരത് ഓപ്പൺ പ്ലേസിൽ ഇരുന്നാണ് എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. എന്തോരം ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖത്തുനിന്ന് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡസ്റ്റ് കിട്ടും ഇല്ലേ, പൊടിപടലങ്ങള്. ഇപ്പൊ ഫെസ്റ്റിവൽസിനൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മളൊന്ന് ചുമ്മാ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡസ്റ്റ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഡസ്റ്റ് എല്ലാം എന്തിലുണ്ടാവും, ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ ആയിട്ട് പ്ലേസിൽ വിൽക്കുന്ന സാധനങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും ഡസ്റ്റ് കാര്യങ്ങളും എൻറ്റർ ആവാണ്. പിന്നെ നമുക്ക് കോൾഡും കഫൊക്കെ വരാതിരിക്കും. അപ്പോ മാക്സിമം ഓപ്പൺ പ്ലേസിൽ വിൽക്കുന്ന ഒന്നും നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ടീ, കോഫി, സർബത്ത്, ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പാനിപൂരി, അതേപോലെ മസാല ചാട്ട്, ചാട്ട് മസാല ചാട്ട് എന്താ പറയുന്നതിന്? ഓക്കെ, അറിഞ്ഞൂടാ എന്തുവാണ് ചാട്ട് മസാല? ഓക്കെ, കഴിച്ചിട്ടൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാനിത് ആദ്യം വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു. 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നുണ്ട്, 1.5 കൊല്ലം മുമ്പ് എന്നാണ് ഞാനത് കഴിച്ചത്. അത് ഈ മസാല ചാട്ട് നമുക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ച് കഴിച്ചതാണ്. കഴിച്ചതിന് ശേഷം എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ കൗണ്ട് ചെയ്യാം. അത് കഴിച്ചതിന് ശേഷം ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. കാരണം ടീച്ചിങ് ആണ്, നമുക്ക് സംസാരിക്കാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, അറിയാലോ. അപ്പൊ ഈ സൗണ്ട് പോയി കഴിഞ്ഞോടെ എന്താ പറയാ, ഫുൾ കോൺഫിഡൻസും പോകും നമ്മളുടെ. അപ്പൊ ഇത് കഴിച്ച് ഇൻഫെക്ഷൻ, എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ കൂടി ഉണ്ട്. ചിലതൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ല, ക്യാബേജ് പോലുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതല്ലാണ്ട് ഈ ഒരു സംഭവം കഴിച്ചിട്ട് ഇൻഫെക്ഷൻ വന്നതാ. എന്നിട്ട് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു, ആന്റിബയോട്ടിക് എടുത്തു എന്ന് തോന്നുന്ന ആ ടൈമില്. കാരണം അത്രയും ഇൻഫെക്ഷൻ ആയിട്ട് ഇവിടെ വരെ ഫുൾ ആയിട്ട് ഇൻഫെക്ഷൻ വന്നു. അപ്പൊ നിങ്ങൾ ആരും കുട്ടികൾക്ക്, ഞാൻ മുതിർന്ന ഒരാളായിരുന്നു, അതെനിക്ക് മരുന്നൊക്കെ കഴിച്ചപ്പോ ഓക്കെ റിക്കവർ ചെയ്ത് വന്നു. നമ്മള് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ
മാക്സിമം അത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഞാൻ ഹെൽത്തി ആണെന്നൊക്കെ വിചാരിച്ച ആള് ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് ശ്രദ്ധിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് അത് വാങ്ങിച്ചത്. എന്നിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കി. വീട്ടിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമായി. നമുക്ക് വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ പുറത്ത് പോയി അൺഹെൽത്തി ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിലത് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്കും നമുക്കും പാരന്റ്സിനൊക്കെ കൊടുത്തത് കഴിക്കുന്നത്, അല്ലെ? അപ്പൊ അത് അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. അവർക്ക് വാശി പിടിക്കും കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ അത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചാൽ പോലും നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇപ്പൊ നമ്മൾ ജ്യൂസ് ആവട്ടെ, ഐസ്ക്രീം ആവട്ടെ, ഐസ്ക്രീം ഒന്നും ഇപ്പൊ കൊടുക്കല്ലേ, കോൾഡ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഐസ്ക്രീം ആവട്ടെ, ഇപ്പൊ ഷേക്ക് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ അമ്മമാര് കുറച്ചും കൂടി എന്താ പറയാ അഡ്വാൻസ്ഡ് ആണ്. കുക്കിംഗ് ഒന്നും അറിയില്ല എന്ന് പുറമെ പറഞ്ഞാലും എന്താണ് യൂട്യൂബ് ഒക്കെ നോക്കി നല്ല സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്ത് എന്താ പറയാ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെ? അതുകൊണ്ട് അതേപോലത്തെ സംഭവങ്ങൾ കുട്ടികൾ വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയമേ പ്രിപ്പയർ ചെയ്ത് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റീഡ് ചെയ്യോ അത്? ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ ചെയ്യാം. ഓക്കെ, രശ്മി. ഒരു പേര്? രശ്മി അല്ല, റംസി. റംസി, സോറിയടാ, സോറി ട്ടാ. Okay. Drinks like water, ice, and sorbets. In the market, tea, coffee, sorbets are sold in the open. These are contaminated by dust and other dirt particles. Dysentery, cholera, fever, typhoid, etc. are diseases which spread through the media. ഓക്കേടാ, ഇതിലൊരു പറയുന്ന ഡിസീസ് എന്ന് പറഞ്ഞാല് ഡിസെൻട്രി. കേട്ടിട്ടുണ്ടോ പേര്? ഇല്ല അല്ലെ? വേറൊരു പേരുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും. ലൂസ് മോഷൻ കേട്ടില്ലേ? ഫുഡ് ഇൻഫെക്ഷൻ, ലൂസ് മോഷൻ, കോളറ സെയിം സിംറ്റംസ് ആ. ഫീവർ വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് പറയുന്ന പേരുകളൊന്ന് നോക്കി വെച്ചാൽ മതി. അപ്പൊ ഡസ്റ്റും ഡെഡ് പാർട്ടിക്കിൾസും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ്. അപ്പൊ ഈ ഒരു അസുഖം വരുന്ന മീഡിയം ആണ് എന്ത്? കണ്ടാമിനേറ്റഡ് വാട്ടർ, ഐസ്. നമ്മൾ ഐസ് ഒക്കെ ഐസ് ഇല്ലേ? ഐസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ ജ്യൂസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പുറത്തുനിന്ന് ഐസ് വാങ്ങിച്ചത് അതിലിട്ട് കഴിക്കുകയാണെങ്കിൽ അതും കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ് ഇല്ല, ഐസ് ക്യൂബുകൾ വാങ്ങിക്കില്ലേ? നമ്മളിപ്പോ മാരേജ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ എന്തായിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കൊടുക്കൂലേ? ആ സമയത്ത് നമ്മൾ കുറച്ച് ഐസ് യൂസ് ചെയ്യില്ലേ? പാക്കറ്റ് ഐസ് കേട്ടിട്ടുള്ളത്. അതും മേ ബി കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പുറത്തൊക്കെ പോവാണെങ്കിലും അങ്ങനെയുള്ള വെള്ളങ്ങൾ വാട്ടർ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ മാക്സിമം നോക്കാം. ഇനി ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്. കുട്ടികൾ പുറത്തൊക്കെ പോയി കളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവരെ കയ്യൊന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ? ഇവിടെ ആയാലും ഗ്രഹങ്ങളുടെ ഉള്ളിലൊക്കെ ആയാലും നല്ല അഴുക്കുണ്ടാവും അല്ലെ? ഇല്ല, ആൺകുട്ടികൾ ആർക്കും ഇല്ല ഇവിടെ? കളിച്ച് വരുമ്പോ പോകുന്നേക്കാൾ കൂടുതൽ എന്താ പറയാ അഴുക്കൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പൊടി ഡസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. നോർമൽ അല്ലേ? അതിനെപ്പോഴും യുദ്ധം ഉണ്ടാവുമല്ലോ പോയി കുടിക്കാൻ പറഞ്ഞോണ്ട്. അതെ, ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന അവർ പറഞ്ഞ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് കൈ വാഷ് ചെയ്തു. അവർ പറയും ജസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ടാവാം ഞാൻ ഫുഡ് കഴിക്കണം, അത് കഴിക്കും. ആ സമയത്ത് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ കയ്യിലുള്ള അത്രയും ജേംസ് എങ്ങനെ എന്താവാണ് ബോഡിയിലേക്ക് പോവാണ് അല്ലെ? അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യില്ലേ? അപ്പോ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് പുറത്തൊക്കെ പോയി കളിക്കണം, ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വേണം, സ്പോർട്സിലൊക്കെ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് ഹാൻഡ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ പുറത്ത് പോയി കളിച്ചൊക്കെ വരുമ്പോൾ
കുളിച്ചിട്ടേ ഭക്ഷണം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? ഒരു കുളിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴെങ്കിലും കുറച്ച് എന്നുവെച്ചാൽ അവർ കയ്യുന്ന സോപ്പൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അണുക്കളും കാര്യങ്ങളൊക്കെ ഡെഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. പണ്ട് കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ വീടിന്റെ പുറത്തൊരു ഹാൻഡ് വാഷ്, വീടിന്റെ വാഷ് ബേസിന്റെ അവിടെ ഒരു ഹാൻഡ് വാഷ് നമ്മള് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത, അല്ലെ? എന്താ പറയാ, ഹൈജീൻ ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത ടീമുകളാ അല്ലെ എല്ലാവരും? അങ്ങനെയല്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞു തോന്നുന്നുണ്ട്. കാരണം എന്റെ മോള് ചെറുതായിരുന്നു, തീരെ ചെറുതായിരുന്നു. കോവിഡിന്റെ സമയത്താണ് ജനിച്ചത്. അപ്പൊ ആ സമയത്ത് വെച്ചാൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം വരുമ്പോ തന്നെ സാനിറ്റൈസർ ഒക്കെ ഹാൻഡിലൊക്കെ നമ്മളത് സ്പ്രേ ഒക്കെ ചെയ്തതിന് ശേഷം ഹാൻഡ് നല്ല രീതിയിൽ വാഷ് ചെയ്യും. പുറത്ത് വെച്ച് തന്നെ വാഷ് ചെയ്യും. എന്നിട്ട് അകത്ത് പോയിട്ട് വീണ്ടും ഹാൻഡ് വാഷ് ചെയ്യും. എന്നിട്ട് സാനിറ്റൈസർ ഒക്കെ സ്പ്രേ ചെയ്തിട്ടാണ് കുട്ടിനെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ബാത്തൊക്കെ ചെയ്തതിന് ശേഷം മാത്രം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടീനെ എടുക്കുള്ളായിരുന്നു. അത്രയും പ്രിക്കോഷൻ നമ്മൾ എടുത്തിരുന്നതാണ്. ഇപ്പൊ നമ്മൾ അത്രയും ഹൈജീൻ ഒന്നുമല്ല എന്നെല്ലാവരും പറയാലോ, അല്ലെ? അത്രയും ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? പുറത്തൊക്കെ പോയി വരുമ്പോ തന്നെ ഹാൻഡ് ഒക്കെ വാഷ് ചെയ്യുന്ന ശീലമുണ്ട് ഇപ്പൊ? അല്ലെങ്കിൽ ഉണ്ട് നല്ല കാര്യം. ഇല്ലാത്തവരില്ലേ? ഹാൻഡ് വാഷ് ചെയ്ത് കുളിച്ചിട്ട് നമ്മളെല്ലാം ഫുഡ് കഴിക്കും. ആണോ? നല്ല കാര്യം കേട്ടോ. അപ്പൊ കാര്യം വെച്ചാൽ ഇപ്പൊ മിക്കവരും കുറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഹാൻഡ് വാഷിങ് വളരെ കുറവാണിപ്പോ. അപ്പം മാക്സിമം ഹാൻഡ് വാഷിങ് കുട്ടികളിൽ പ്രാക്ടീസ് ചെയ്യിക്കുക. അപ്പൊ കുട്ടികളോട് പറയാം പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് വിചാരിക്കും. ആ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഹാൻഡ് വാഷ് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? വേണം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഒരു ഹാൻഡ് വാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? ഹാൻഡ് വാഷ് എങ്ങനെ വാഷ് ചെയ്യണം എന്നുള്ള റിലേറ്റ് ചെയ്യുന്ന. അങ്ങനാ? ഓക്കെ. നമ്മൾ ആ ഹാൻഡ് വാഷിന്റെ രീതികൾ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ജസ്റ്റ് എല്ലാവരും പറയണ രണ്ട് കൈയും നല്ല രീതിയിൽ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളത് ആക്ഷൻ സോങ്ങിലൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് വാഷ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയാനായിട്ട് പറ്റും, അല്ലേ? അതെ. അപ്പൊ അതേപോലെ ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വരും നെക്സ്റ്റ് ക്ലാസ്സിൽ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ. ഓക്കെ. അപ്പൊ ക്രിസ്മസ് ഒക്കെ കഴിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് കുട്ടികൾ ഹാൻഡ് വാഷിങ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ഓക്കെ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എല്ലാവരും വന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അതാരാ വായിക്കുന്ന പോയിന്റ്? ഞാൻ വായിക്കാം. ഓക്കെ, സ്വപ്ന. Okay. Dirty hands and feet. Okay. Children should be trained to wash their hands and their constantly, especially after any travel or sports. There are thousands of germs in the soil. After playing with the soil, children may take food without washing their hands properly. Thus, the germs get into the body and bring diseases. Diseases like polio, dysentery, and tetanus, etc. are transmitted this way. ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ്. ഓക്കെ. അപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടികളിൽ ഹാൻഡ് വാഷിങ് എങ്ങനെയാണ്, ഹാൻഡ് വാഷ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിക്കണം. നമ്മളുടെ അടുത്തേക്കാണ് കുട്ടികൾ ഫസ്റ്റ് വരുന്നത്, അല്ലെ? 3 years എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളിൽ അവർക്ക് ഹാൻഡ് എങ്ങനെ വാഷ് ചെയ്യുന്നത്, ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് സ്വയമേ, അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ടീച്ചേഴ്സ് ആണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ? അപ്പൊ ആ ഒരു ആക്ടിവിറ്റി മറക്കരുത്. ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നുള്ള ഈ പോർഷൻ ലാസ്റ്റ് വരെ ഒന്ന് റീഡ് ചെയ്യോ? മനസ്സിൽ റീഡ് ചെയ്താൽ മതി കേട്ടോ.
വായിച്ചു. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മള് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസിൽ ആദ്യം പറയുന്നത് മൂഫിംഗ് കഫിനെ കുറിച്ചിട്ടാണ്. സ്വപ്ന മൂഫിംഗ് മാം, ഒരു കഫിനെ ഡൗട്ട് കുറിച്ചിട്ടാണ്. ചോദിച്ചോട്ടെ. പറഞ്ഞോടാ. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ്, എയർ, ആനിമൽസ് ആൻഡ് അതർ ഇത് പിന്നെ ഡ്രിങ്ക്സ് ഓഫ് ലൈക്ക് വാട്ടർ അതെല്ലാം ഇല്ലേ, നമ്മൾ ഈ ഓരോ പോയിന്റ്സ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഈ പിന്നെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ എക്സാമ്പിൾ മാത്രം മതിയാവോ പോയിന്റ്? പഠിക്കാനാണോ? ആ, അങ്ങനെയല്ല, ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കാണാതെ ഒന്നും പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ മാം, എക്സാമിന് MCQ അല്ലേ വരുന്നത്? ചൂസ് ദ കറക്റ്റ് ആൻസർ, അങ്ങനെ ടിക്ക് ദ കറക്റ്റ് ആൻസർ, ആൻസർ ദ ഫോളോവിങ്, അങ്ങനെ പറ്റില്ലല്ലോ. ഫോളോയിങ് ഇല്ല, ഓപ്ഷൻസ് ആണ്. ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് തരാം കേട്ടോ. അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ പേരെന്താണ്? എന്താ പേരെന്താ? അലീമ. അലീമ, ഓക്കേടാ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസീസ് വോഫിംഗ് കഫ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്ന അസുഖം. നിങ്ങൾ വോഫിംഗ് കഫ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. മലയാളത്തിൽ വില്ലൻ ചുമ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. വലിയ ചുമച്ച് വലിയ പോലെ വളയൂന്നാ പറയുന്നേ പഴയ ആൾക്കാര്. നമ്മൾ ചുമച്ച് ഒട്ടും പറ്റാതെ വലിയ പോലെ വളഞ്ഞ് ചുമക്കും. അതുകൊണ്ടാണ് അതിന് വില്ലൻ ചുമ എന്ന് പേര് വന്നേന്ന്. ഓക്കെ, പണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ വൂഫിംഗ് കഫ് എന്ന് പറയുന്നത് ഹൈലി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ആണ്. ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വൂഫിംഗ് കഫിന് മറ്റൊരു പേരുണ്ട്, പെർട്യൂസിസ്. എന്താണ്? പെർട്യൂസിസ്. സ്പെല്ലിംഗ് ഞാൻ അതിലില്ല, ടെസ്റ്റിലില്ല, ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചുതരാം കേട്ടോ. പെർട്യൂസിസ് ടൈപ്പ് ആയില്ല. പെർട്യൂസിസ്. ഓക്കെ, വൂഫിംഗ് കഫ് അല്ലെങ്കിൽ പെർട്യൂസിസ്. വേറൊരു പേരും കൂടെ ഉണ്ട്. ഈ ഒരു ചുമ വന്നു കഴിഞ്ഞാല് 100 ദിവസം നീണ്ടു നിൽക്കുന്ന പറയുന്നേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾക്ക് ചുമയെങ്ങാനും വന്നിട്ട് 100 ദിവസം വരെ ആ ചുമ നീണ്ടു നിന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കുക, അങ്ങനെ ഏതെങ്കിലും ഇൻസിഡന്റ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ ഈ വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേരാണ് 100 days of cough. എന്താണ് പറയുന്നത്? 100 days of cough. 100 days of cough കേട്ടോ.
ഇത് മുതിർന്നവരിൽ വന്നാൽ തന്നെ വളരെ എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മളെ വീക്കാക്കും. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതേപോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചുമക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളില് ഈ ഒരു അസുഖം വന്നാല് ഡെത്തിന് വരെയും കാരണമാകുന്നു. ഈ ഒരു അസുഖത്തിന്റെ കോംപ്ലിസിറ്റി കാരണമല്ല ഡെത്ത് സംഭവിക്കുന്നത്. ചുമച്ച് ശ്വാസം കിട്ടാതെയാണ് മരണം സംഭവിക്കാനുള്ള ചാൻസ്. നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, കോട്ടിങ് ഒക്കെ പോലെ വന്നിട്ടാണ് ഈ ഒരു ഡെത്ത് വരെ സംഭവിക്കാനായിട്ട് കാരണമാകുന്നത്. ഈ ഒരു അസുഖത്തിന്റെ മൂഫിൻ കഫിന്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പൊ ഇൻഫെക്റ്റഡ് ഫ്രം ഡ്രോപ്ലെറ്റ്സ് വെച്ചാല് നമ്മളിപ്പോ ഒരാൾ ചുമക്കാണ്, മൂഫിൻ കഫ് ഉള്ള ആള് ചുമക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ജേംസ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോ മൂഫിൻ കഫ് ഒരു ഇൻഫെക്ഷൻ എന്താ ഭയങ്കര വളരെ ഹൈലി കണ്ടാജീനിയസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ത് മൂഫിൻ കഫ് എന്ന് പറയുന്നത്. പെർട്യൂസിസ് എന്ന ഒരു പേരുണ്ട്. 100 days of കഫ് എന്നും ഈ ഒരു മൂഫിൻ കഫിന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നതാണ് ഇതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ കേസിലാണെങ്കിൽ 2 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളുടെ കേസിലാണെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് എന്ത് മൂഫിൻ കഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ബ്രോഡെൽറ്റ പെർട്യൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത്? കോസ്ഡ് ബൈ ഞാൻ ഈ ടൈപ്പ് ചെയ്തായിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? It is caused by Brodelta pertussis. Okay, നോട്ട് ചെയ്ത് വെച്ചേക്ക്. പെർട്യൂസിസ് എന്നൊരു പേരുണ്ട്, 100 days of കഫ് എന്ന പേരുണ്ട്. അതേ ബാക്ടീരിയ ഫുൾ എഴുതിയിട്ടില്ല. എഴുതുന്നതിന് മുന്നേ അത് പോയി. അത് മെസ്സേജ് നോക്കിയാൽ കാണാൻ പറ്റൂടാ. ആ 3 ഡോട്ട് ഇല്ലേ, 3 ഡോട്ട് താഴെ കാണുന്ന അതിൽ മെസ്സേജ് കണ്ടോ? മെസ്സേജിന്റെ അതിൽ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും മെസ്സേജ് എടുത്ത് മെസ്സേജ് ചെയ്യാറുണ്ടോ? എനിക്ക് ആര് നേരത്തെ മെസ്സേജ് ചെയ്തേ? അലീമ ഒന്ന് പറഞ്ഞു കൊടുക്കോടാ. ഉണ്ട്, കാണുന്ന മെസ്സേജിലുണ്ട്. മെസ്സേജിലൊന്നും പോയി നോക്കോടാ. കണ്ടോ എല്ലാവരും കണ്ടോ? ഇൻകോൾ മെസ്സേജസ് ഇല്ലേ, അത് ഓപ്പൺ ചെയ്താൽ കാണാം. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മൂഫിൻ കഫിന്റെ മറ്റൊരു പേരാണ് പെർട്യൂസിസ്. വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. നിങ്ങൾ ആ വില്ലൻ ചുമ എന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 100 days of കഫ് എന്നൊരു പേരുണ്ട്. ഈ കഫ് വന്നതിന് ശേഷം ഒരു 100 ദിവസം വരെ നമുക്ക് ഈ ഒരു കഫ് കണ്ടിന്യൂ ചെയ്യും. ദെൻ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ ഡെത്തിന് വരെയും കാരണമാകുന്ന ഒരു അസുഖമാണ്. ഹൈലി കണ്ടാജീനിയസ് ആയിട്ടുള്ളൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇതിന്റെ ബാക്ടീരിയയുടെ പേരാണ് ബ്രോഡെൽറ്റ പെർട്യൂസിസ്. ഓക്കെ, നോട്ട് ചെയ്യാത്ത ഇത്രയും കാര്യങ്ങള്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മൂഫിൻ കഫിനെ കുറിച്ചിട്ടും മറ്റ് അസുഖങ്ങളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം. ആക്ഷൻ സോങ്ങിന്റെ കാര്യം മറക്കണ്ട. ആക്ഷൻ സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഹാൻഡ് വാഷ് റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സോങ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മിസ്സേ. ഓക്കെ, ആരാണ് സൈൻ ഔട്ട് പറയുന്നേ?
സേതു ആണോ? അതെ ഞാൻ പറയാം, കുട്ടി അറിഞ്ഞോണ്ട് മ്യൂട്ടാക്കിയത്. ഓക്കെ ഓക്കെ സോറി. ഇന്ന് നമ്മൾ ക്ലാസ് എടുത്ത അപർണ മിസ്സിനും ഇത്രയും നേരം കുഞ്ഞുമക്കളുള്ള എല്ലാ അമ്മമാരും എല്ലാവരും സഹകരിച്ച് ഇത്ര നേരം നമുക്ക് വേണ്ടി ഈ ക്ലാസ് കേട്ടതിലും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഞാനും പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, വാട്ടർ ആണെങ്കിലും എല്ലാം. അങ്ങനെ കുറച്ച് ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന മിസ്സിന് എൻ്റെ പേരിലും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പേരിലും സ്വാഗതം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.